നമ്മുടെ മീഡിയക്കാർ നമ്മളെ കേരളത്തെ മോശമാക്കുകയാണെങ്കിലും കേരളം അത്ര മോശമല്ല, എത്രയോ ബെറ്ററാണെന്നറിയാം. നമ്മുടെ മീഡിയയിൽ വൈകുന്നേരം തമാശ പറയുന്നത് കേരളം മോശം ഇവിടെ കുഴികളെക്കുറിച്ചൊക്കെ പറയുന്നില്ലേ. ഇപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് നമ്മളൊരു 30 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലേ, ബാംഗ്ലൂർ പോയിട്ട് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒന്ന് പോകും, അടുത്ത സ്ഥിതി എന്താ? നമ്മുടെ കേരളം ഏറ്റവും മഹത്തരം തന്നെയാണ് കേട്ടോ, സംശയമില്ല. നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചത്. വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ നമ്മളൊരു ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു, അത് ശബരിമല മേൽശാന്തി മലയാള ബ്രാഹ്മൺ ആവണം എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമുണ്ടാക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അത്. അതുപോലെ ഗുരുവായൂരും ബ്രാഹ്മൺ തന്നെയാണ്. അത് എന്തെങ്കിലും ഒരു നിയമപ്രകാരമാണോ? അത് ആദ്യം മുതൽക്ക് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ഈ ഗുരുവായൂർ അല്ലെങ്കിൽ നമ്മുടെ ശബരിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചത് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വിട്ടിട്ടില്ല. ഇത് ഇൻഡിവിജ്വലായിട്ട് ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത് ശബരിമല. അവിടെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലെ ഉദ്യോഗസ്ഥനല്ല. പിന്നെ ഒരു വർഷത്തേക്കാണ് അവിടെ ടെമ്പററി പോസ്റ്റിംഗ് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഓരോ വർഷത്തേക്കാണ് അവിടുത്തെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ കീഴ്ശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നത്. മറ്റ് നമ്മുടെ അമ്പലത്തിലേക്കാൾ പെർമനൻ്റ് ആയിട്ടാണ്. ഇവിടെ ഒരു കൊല്ലത്തേക്ക് ആണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ നമുക്ക് ഒരു കൊല്ലത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ടെമ്പററി നിയമനം പോലെയുള്ള നിയമനമാണ്. മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ സ്ഥിര ആണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശബരിമല മേൽശാന്തിയായി അവിടെ പോയി കഴിഞ്ഞാൽ ആൾ അടുത്ത സീസൺ കഴിയുന്നവരെ അവിടെ തന്നെയാണ്, ഇറങ്ങാൻ പറ്റില്ല. ആരെയും വീട്ടിൽ മരിച്ചാൽ പോലും അപ്പുറത്ത് മാറിയിരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ അങ്ങോട്ട് കൂട്ടിത്തൊടാൻ പാടില്ലെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റാണിത്. ആദ്യം മുതൽക്ക് തന്നെ ഈ മലയാള ബ്രാഹ്മണർക്കാണ് ഇതെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ അന്ന് തൊട്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനിൽ വരുന്നത്. അതാണ് ചില രുദ്രാക്ഷ എന്താ പറയുക, ഈ പൂജകളുടെ കഠിനമായിട്ടുള്ള ചില പൂജകളിൽ ഇന്നാൾ പറഞ്ഞല്ലോ, ഇത് ഈ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. ഇന്ന പൂജ ഇത്ര രൂപ, അത് അടിച്ചു വെച്ചിരിക്കുകയാണ്. പുതിയ ആൾക്കാർ എന്ത് ചെയ്യും, അതെടുത്തിടുമ്പോഴാണ് ചിലൊരു വിവാദം. ഇപ്പോഴും ശത്രു സംഹാര പൂജ ഇവിടെ നടത്തുന്നോ, മറ്റേ പൂജ, പിന്നെ എന്തൊക്കെയോ കുറേ പൂജകളുണ്ടല്ലോ, മനുഷ്യനെ ദ്രോഹിക്കുന്ന പൂജകൾ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ എന്തോ ഒരു ബ്രാഹ്മണരുടെ കാല് കഴിത്തൊടിൽ കാൽത്തൊടിൽ കഴിവിച്ച പൂജ എന്തോ അതൊക്കെ ഈ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഓരോ പൂജകളിലെ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ ഇങ്ങനെ എഴുതും. അപ്പോൾ അത് ഇടയ്ക്കെടുത്ത് ഇവർ പ്രസിദ്ധീകരിക്കും, ഇന്ന പൂജ. അപ്പോൾ അങ്ങനെ അത് വിവാദമാകത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ മലയാളി ബ്രാഹ്മണരാണ് നമ്മുടെ ശബരിമല മേൽശാന്തി, അവരുടെ താവഴിക്കാണ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കോടതി പോയപ്പോൾ കോടതി ഇപ്പം അനങ്ങിയിട്ടില്ല. കോടതി വിധി വരട്ടെ, അത് നോക്കാം. അതുകൊണ്ട് അത് പറഞ്ഞാലേ സ്ഥിരമായിട്ട് പോസ്റ്റിങ്ങുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ അബ്രാഹ്മണർ ആയിട്ടുള്ള ആളുകളെയും വെച്ചിട്ടുണ്ട്. അവര് ഈ ബാക്കി ബ്രാഹ്മൺ പൂജാരിമാരെ അതുപോലെ തന്നെ അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ സങ്കല്പം എന്താണെന്നറിയോ, ഇപ്പോൾ ഏറ്റവും താഴെയുള്ള ആളുകളും അതൊക്കെ മനസ്സിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൽ കയറിയ ഒരു പൂജ. ഇപ്പോൾ ഇവിടെ വീട്ടിൽ പൂജ നടത്തുന്നുണ്ടെങ്കിലേ ബ്രാഹ്മണർ വന്ന് പൂജ നടത്തിയാലേ നരാവുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വിചാരിക്കും. ഏറ്റവും പാവപ്പെട്ടവനും വിചാരിക്കുന്നത് ബ്രാഹ്മണൻ വന്ന് പൂജ നടത്തിയാലാണ് പൂജയാവുള്ളൂ എന്നുള്ള സങ്കല്പം മാറിയിട്ടുണ്ടോ? അതല്ലേ? ആ സങ്കല്പം നിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ സംഭവിക്കും. അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. മനുഷ്യനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണ്ടേ, തുല്യമായിട്ട്. അതാണ് ആ തുല്യതയുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ വരുമ്പോഴാണ് ആര് വന്ന് പൂജിച്ചാൽ ആ പൂജ ചെയ്യുന്നത് നല്ലതാണോ. എന്നോടൊരു ബ്രാഹ്മണൻ തന്നെ പറഞ്ഞു, ഏത് നമ്പൂരി പൂജിക്കുന്നതിനേക്കാൾ നന്നായിട്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി പൂജിക്കുന്നുണ്ട്. മന്ത്രം കൃത്യമായിട്ട് അറിയാം, എല്ലാം അറിയാം, ഏത് ബ്രാഹ്മണൻ ചെയ്യും, പക്ഷേ അവന് പ്രയോറിറ്റി കിട്ടുന്നില്ല എന്ന് ഒരു ബ്രാഹ്മണൻ തന്നെ പറഞ്ഞു. ഒരു നല്ല മനുഷ്യനായിട്ടുള്ള ഒരാൾ പറഞ്ഞു. ബ്രാഹ്മണനും ബ്രാഹ്മണ്യവും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ബ്രാഹ്മണരുണ്ട്, ബ്രാഹ്മണ്യം വേറെയാണ്.
അത് ആർക്കുണ്ട്? നമ്മുടെ SC-യിൽപ്പെട്ട ആളുകൾക്ക്, ST-യിൽപ്പെട്ട ആളുകൾക്കും ബ്രാഹ്മണ്യം ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ. ബ്രാഹ്മണനും ബ്രാഹ്മണ്യം ഒക്കെ വ്യത്യാസമാണ്. ബ്രാഹ്മണൻ നല്ല ആളുകളുണ്ട്. ആ നല്ല ബ്രാഹ്മണൻ പറഞ്ഞു ഏത് മറ്റ് ആളുകൾ പൂജിക്കുന്നേക്കാൾ നന്നായി പൂജിക്കാറില്ല. ഞാനത് ശ്രദ്ധിച്ചു. ആ കുട്ടിയെ നന്നായി പൂജിക്കും. നല്ല ആ ചൊല്ലിൽ വെറുതെ സ്വാഹ പറയൽ മാത്രമല്ല എന്നൊക്കെ പറഞ്ഞാൽ, സ്വാഹ പറയുന്ന ആൾക്ക് 5000 രൂപ മുഴുവൻ കിട്ടും അവസാനം. അതല്ല, നന്നായി പൂജിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ആ കുട്ടീനെ കൊണ്ട് അല്ലെങ്കിൽ ആ ആളെ കൊണ്ടുവിട്ട് പൂജിക്കാൻ നമ്മുടെ വീട്ടുകാർ, സാധാരണക്കാർ തയ്യാറാവില്ല. അതൊരു മാനസികാവസ്ഥയാണ്. അത് പെട്ടെന്ന് നമ്മളതിൽ കയറി ഇപ്പോൾ പിടിക്കണ്ട. എന്താണ് വിവാദമുണ്ടാക്കാൻ വേണ്ട എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ആ വിവാദത്തിലൂടെ നല്ലതുണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതല്ല ചീത്തയുണ്ടാവില്ല. എല്ലാ വിവാദവും നല്ലതിലേക്ക് പോകണമല്ലോ. വിവാദം ഉണ്ടാക്കി അതിനെ കൊളാക്കുക അല്ലേ? അതേപോലെ തന്നെ ഒരു ആരോപണമാണ് ഈ ദേവസ്വം ബോർഡുകളിൽ നല്ലൊരു ശതമാനം അപ്പർ കാസ്റ്റ് ഹിന്ദുസ് മാത്രമാണെന്നുള്ളത്. അത് സത്യമാണോ ആരോപണം? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലങ്ങളൊക്കെ ആരാ കൈ വെച്ചത്? അമ്പലങ്ങളിലെ ആധിപത്യം ആർക്കാ ഉണ്ടായത്? അപ്പോൾ അവർ കയ്യിലല്ലേ. ഇപ്പോൾ ഈ റിസർവേഷൻ ഇപ്പോഴല്ലേ തുടങ്ങിയത്? പൂജാരിയല്ല, മറ്റെല്ലാത്തരും. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ ആളുകളെ വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ അമ്പലങ്ങളെല്ലാം അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചവരുടെ താല്പര്യം അനുസരിച്ചാണ് വെച്ചിട്ടുണ്ടാവുക. ആരാണോ ആധിപത്യം സ്ഥാപിച്ചത് അവരുടെ താല്പര്യം അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ആധിപത്യത്തിന് ചെറിയ ദോഷം വരുമ്പോഴാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെള്ളം വയ്ക്കും. അത്രേ ഉള്ളൂ. ശബരിമല വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ഒരുപാട് അനുഭവിച്ചതാണ് ആ വിഷയത്തിന്റെ പേരിലായിട്ട്. ഈ ശബരിമല വിഷയം 2019 ഒരു വൻ പരാജയത്തിന്, LDFന്റെ ഒരു വൻ പരാജയത്തിന് കാരണമായിരുന്നു എന്ന് മിനിസ്റ്റർ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നില്ല. ഇല്ല, അത് പരാജയത്തിൻ്റെ കാരണം അതൊന്നുമല്ല. അന്നത്തെ പരാജയത്തിൻ്റെ കാരണം ഇന്ത്യയിലൊരു ഭരണമാറ്റം വേണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നായിരുന്നു. അതിൽ പിന്നെ അതിന് പറ്റാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടോ എന്നുള്ളത് നോക്കി. അന്ന് ബംഗാളിൽ പാർട്ടി പുറകിലേക്ക് പോയിരിക്കുക, ത്രിപുരയിൽ പാർട്ടി പുറകിലേക്ക് പോകുക. 18 തെരഞ്ഞെടുപ്പിൽ ബംഗാളിലില്ല പാർട്ടി, ത്രിപുരയിലില്ല. ആകെ അവശേഷിക്കുന്ന ഇവിടെയാണ്. കേരളത്തിൽ മാത്രം ഒരു സ്ഥലത്തുനിന്ന് 2-3 പേര് ജയിച്ചുകൊണ്ട് എന്നുള്ളൊരു ചിന്ത കേരളീയ മനസ്സിൽ നല്ലപോലെ ഉണ്ടായി. അതിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രധാനമായിട്ട്. അത് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 20 ആകുമ്പോഴേക്കും മാറുമോ? പിന്നെ എന്തുകൊണ്ട് മറ്റേ സ്ത്രീ പ്രവേശനമായിട്ട് പിന്നെ എന്തുകൊണ്ട് മുമ്പോട്ട് പോയില്ല? അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ലോ, പാർട്ടി തലത്തിലും തീരുമാനിച്ചിട്ടില്ല. ഒരിക്കൽ പോലും പാർട്ടി ഒരാളെ അവിടെ വനിതയെ കയറ്റണം എന്ന് തീരുമാനിച്ചില്ല. നമ്മൾ പണ്ടും പറഞ്ഞത് അങ്ങനെയാണ്. പാർട്ടി പറഞ്ഞത് എന്താണെന്ന്, കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, ഈക്വാലിറ്റിയെക്കുറിച്ചിട്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കോടതി എന്താണോ പറയുന്നത് ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് കൊടുത്തത്. നേരത്തെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വിധി വന്നത്. ആ വിധി നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. നമ്മൾ പറഞ്ഞ് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുതന്നെയാണ് 2011 പറഞ്ഞത്. 2019 വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടായില്ല. ബോധപൂർവമായ ശ്രമം ഉണ്ടായില്ല. അതിലെന്താണെന്നറിയോ, ആദ്യം ഇതിൽ 2018 സെപ്റ്റംബർ 28 മറ്റാണ് വിധി വരുന്നത്. വിധി വന്നതിൻ്റെ 4-5 ദിവസം വിധിക്ക് അനുകൂലമായിരുന്നല്ലോ. ആര്? BJP അനുകൂലമായിരുന്നു, കോൺഗ്രസ് അനുകൂലമായിരുന്നു, RS അനുകൂലമായിരുന്നു, എല്ലാവരും അനുകൂലമായിരുന്നു. പിന്നെ 3-4 തീയതികളിലാണ് ഈ തെറ്റുന്നത്. 4-ാം തീയതിയോട് കൂടിയാണ് അതിൻ്റെ സ്വഭാവം മാറുന്നത്. ഓർമ്മയുണ്ടോയെന്ന് ഈ ചെറിയ ഓർമ്മയില്ല. അതുവരെ വിധി കൊണ്ടുവന്നതിന് ഇത് ആ ജഡ്ജ്മെൻറ്റിനെ കോൺഗ്രസ് വിശേഷിപ്പിച്ചത് ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെൻ്റ് എന്നാണ്.
ആ ജഡ്ജ്മെൻറ്റ് അവർ കോൺഗ്രസിന് AICC വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ BJP RS എല്ലാം അത് ശക്തമായിട്ട് അംഗീകരിച്ചു. പിന്നെ ഒരു സുപ്രഭാതത്തിലുള്ള രണ്ട് കൂട്ടരും ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് വരുന്നത്, അല്ലേ? പക്ഷെ ആ തന്ത്രം എന്തുകൊണ്ട് CPM തിരിച്ചറിയാൻ പറ്റാതിരുന്നത്? അതില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയോ? പിന്നെ അന്ന് യഥാർത്ഥത്തിൽ ആ ഗവൺമെൻറ് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തില്ലെങ്കിൽ എന്താണെന്ന് പറയാം, കോടതി വിധി പറഞ്ഞിട്ടും കോൺഗ്രസും BJPയും പറഞ്ഞിട്ടും ഇവിടെ സ്ത്രീകളെ കയറ്റാൻ പുരോഗമനവാദികളെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സ്ഥലത്ത് സമ്മതിച്ചില്ല. അതിന് വേറെ ഡൈവേർട്ട് ചെയ്ത് വിടും, ഒരു സംശയമില്ലായിരുന്നു. അപ്പോഴും എങ്ങനെയാണ് ഈ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് പുരോഗമന ആശയങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള, അപ്പോൾ അങ്ങനെയാണ് പുരോഗമനവാദികളെല്ലാം പറയും അത് ശരിയല്ലേ അവർ പറയുന്നത്. അത് ഒരു വലിയ പ്രശ്നമാണത്. ആ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചാലും നടപ്പിലാക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഈ നടപ്പിലാക്കിയില്ല എന്ന് വിചാരിക്കുക സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ബഹളം, ഇല്ലേ? ഉണ്ടാവും. അത് 19 സീറ്റ് പോയത് അങ്ങനെയൊന്നല്ല. ശബരിമല ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥലത്തും വോട്ട് കുറഞ്ഞല്ലോ, അത് പരിശോധിച്ചു. അല്ലാതെ ശബരിമലയുടെ ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥലത്ത് വോട്ട് കുറഞ്ഞു പോയല്ലോ. അത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയവും വിജയവും പല ഫാക്ടർ ഉൾപ്പെടുന്നതാണല്ലോ, അല്ലാതെ ഏതെങ്കിലും ഒരു ഒറ്റ ഇഷ്യൂ പലതുണ്ടോ. ഇതിൽ പ്രധാനമായിട്ടും പരാജയത്തിൻ്റെ കാരണം അന്നത്തെ നാഷണൽ പൊളിറ്റിക്സാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥ ഏറ്റവും ഭീകരമായിരുന്നല്ലോ 77 തെരഞ്ഞെടുപ്പിൽ. 77 തെരഞ്ഞെടുപ്പ് എന്താ സ്ഥിതി? പൂത്തുവാരിപ്പോയി കേരളത്തിൽ. കോൺഗ്രസ് തൂത്തുവാരിപ്പോയല്ലോ. കോൺഗ്രസ് ഇവിടെ എത്ര പേര് ജയിലിൽ കിടന്നു, എത്ര പേര് തല്ലുകൊണ്ട്, അതൊക്കെ അതാ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതിപ്പോൾ 24 സംഭവിക്കാമല്ലോ, ഈ 2019 സംഭവിച്ചത് അതേപോലത്തെ ഒരു ചിന്ത തിരിച്ച് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിപ്പോൾ പ്രതിപക്ഷം ഒന്നിച്ച് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ ഇന്നിപ്പോൾ പാറ്റ്നയിൽ യോഗം കൂടുകയാണ്. ഇന്ന് പാറ്റ്നയിൽ 20 പാർട്ടികൾ കൂടിയുള്ള യോഗം നടക്കുകയാണ്. അതിൻ്റെ ഒരു തീരുമാനവും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എപ്പോഴാ ഒരുമിച്ച് നിൽക്കുക, എപ്പോഴാ ചാടിപ്പോകും, അങ്ങനെ ഒരു യുനാനിമസായിട്ട് എക്കാലത്ത് നിൽക്കുന്നൊരു ടീമല്ല. അങ്ങനെ നിർത്താൻ വേണ്ടി വലിയ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് വരും. കേരളത്തിൽ അങ്ങനെ സംഭവിക്കാമല്ലോ. അന്നത്തെ പോലെ അല്ല. 77 രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ. 77 അന്തരീക്ഷമല്ല ഇപ്പോൾ നമ്മൾ 2024 പോകുമ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇത് 2004 ആവർത്തിക്കാനാണ് സാധ്യത. 2004, അതായത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷത്തെ അനുഭവമാണ്. 19 പേര് ഇവിടുന്ന് പോയല്ലോ, 18 പേര് ഒരാൾ പിന്നീട് 19 പേരുണ്ടായിട്ടും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നല്ലപോലെ ഉയരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷം നമ്പർ കുറവായിട്ടും പല ഇഷ്യൂസിനെയും ചോദ്യം ചെയ്യാൻ അവരുണ്ടായിരുന്നു. ഇപ്പോൾ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈവറ്റ് മെമ്പർ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ഉണ്ടായില്ല, ലീഗ് ഉണ്ടായിരുന്നില്ല. അവിടെ ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷം നമ്പർ കുറഞ്ഞവർ അവരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം 2004 ഉണ്ടായതിൻ്റെ ഗുണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ കൂടുതൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന കേരളത്തിലാണെന്നും ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലേക്കാൾ കൂടുതൽ കേരളത്തിന് കൊടുക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെ ഒരു സാധ്യത വെച്ചാൽ ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, താങ്കൾ ഒരു വ്യത്യസ്തനായ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളൊരു വ്യത്യസ്തനെയല്ല അങ്ങനെ പറയണ്ട. അതിന്റെ പല കാരണങ്ങളിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത് താങ്കൾ ഒരിക്കലും ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിരുന്നിട്ടില്ല, ഒരു ഗോഡ് ഫാദർ താങ്കൾക്ക് ഉണ്ടായിട്ടില്ല.
അപ്പൊ അങ്ങനെ ആ രീതിയിലൊക്കെ അതൊരു കോൺഷ്യസ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഇതിലൊന്നും അങ്ങനെ പെടാതെ പിന്നെ ഞാൻ നിന്നത്? വ്യത്യസ്തനാണെന്നുള്ള ആ വാക്ക് ഉപേക്ഷിക്കുക. എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ആശയത്തിൽ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. അതായത് എല്ലാ മനുഷ്യനെയും തുല്യമായി കാണുന്ന, എല്ലാ മനുഷ്യർക്കും നന്മയുണ്ടാകുന്ന ഒരു സൊസൈറ്റിയെക്കുറിച്ചുള്ള സങ്കല്പം ചെറുപ്പം മുതൽ കയറി. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാ മനുഷ്യനെയും നന്മയുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ആശയം ഏതാണ് എന്നുള്ള അന്വേഷിക്കുമ്പോൾ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ആശയം ഇതാണ്. മറ്റേതൊരു ആശയം എടുക്കുമ്പോൾ അവിടെയൊക്കെ സങ്കുചിതമായിട്ടുള്ള ഒരു വിഭാഗീയത ഉണ്ടാകും. പക്ഷേ വിശാലമായിട്ട് ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. എല്ലാ മനുഷ്യർക്കും നന്മ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരുപക്ഷെ എൻ്റെ ജീവിത സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ അനുഭവിച്ച ഡിസ്ക്രിമിനേഷനൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ കൂടുതൽ കരുത്തോടു കൂടി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അനുഭവിച്ചു വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷനെല്ലാം കണ്ടുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു എല്ലാ മനുഷ്യനും, എനിക്ക് ഒരു മനുഷ്യനെയും നമ്മളെക്കാൾ പിന്നെ അവശരായി നിൽക്കുന്ന ആളുകളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ശീലമാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശേഷി കുറഞ്ഞ കുട്ടികളെ മറ്റുള്ള കുട്ടികൾ ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. 1-ാം ക്ലാസ്സിൽ പഠിക്കും. അത് ഇന്നാൾ പറഞ്ഞു, കൂട്ടുകാരെല്ലാം കൂടി ഇരുന്നപ്പോൾ പറഞ്ഞു. അത് മോഹനുണ്ട്, പ്രകാശുണ്ട്, കണ്ണനുണ്ട്, എല്ലാവരും കൂടി ഇരുന്നപ്പോൾ പറഞ്ഞു. അന്നും എൻ്റെ സ്വഭാവം 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അത് അവശരായിട്ടുള്ള ആളുകളെ ചവിട്ടി താഴ്ത്തുന്ന ആ ആശയങ്ങളോടൊന്നും യോജിക്കാൻ കഴിയില്ല. എല്ലാവരും ഈക്വലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ എല്ലാവരും പിന്നെ നല്ലപോലെ ജീവിക്കുക. കുറേ അധികം ആളുകൾ പട്ടിണിയും പരിവട്ടവും ഭക്ഷണമില്ലാതെയും വസ്ത്രമില്ലാതെയും കിടക്കുക. ഒരു ചെറിയ ന്യൂനപക്ഷം അന്ന് ഇപ്പോൾ ഏകദേശം നമ്മുടെ കേരളത്തിൽ തുല്യത വന്നു തുടങ്ങിയില്ലേ. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഡ്രസ്സില്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം. ഞാൻ പറഞ്ഞല്ലോ 30 കേരള സ്ഥിതിയേക്കാൾ വലിയ വ്യത്യാസമൊന്നും കുറച്ചൊരു ചെറിയ വ്യത്യാസം ഒന്നുണ്ടാണ്. ഭൂരിപക്ഷവും പിന്നെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നു, വസ്ത്രം കിട്ടാതെ വിഷമിക്കുന്നു, അല്ലെങ്കിൽ പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നു. ജോലി ചെയ്താൽ പോലും കൂലി എന്ന് പറയുന്നത് വളരെ ഇങ്ങനെ തോർത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിലാണ് കൂലി വാങ്ങിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ എത്ര ഉണ്ടാവും? 2 കഴിഞ്ഞല്ല ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണല്ലോ. അത് മാറണം എന്നുള്ളത് ഒരു ചിന്ത ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുണ്ടായി. അതിനുവേണ്ടി അന്ന് തൊട്ട് പ്രവർത്തിക്കുന്നത്, ഇനിയും പ്രവർത്തിക്കും, ഇനിയും ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുക എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒന്നും അങ്ങനെ ഓരോന്ന് പാർട്ടി ഏൽപ്പിച്ചപ്പോൾ ഏൽപ്പിച്ചത് ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കും. അത് ചെയ്യും. അത് പാർട്ടിയിൽ ഏൽപ്പിച്ചപ്പോഴും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞല്ലോ, ബ്രാഞ്ച് സെക്രട്ടറി, SFI യൂണിറ്റ് സെക്രട്ടറി, DFI യൂണിറ്റ് സെക്രട്ടറി, CIT യൂണിറ്റ് സെക്രട്ടറി ആയിട്ട്, കർഷക തൊഴിലാളി യൂണിറ്റ് സെക്രട്ടറി ആയിട്ട്, എല്ലാ തലത്തിലും യൂണിറ്റിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ലോ ലെവലിലുള്ള അനുഭവങ്ങളാണ് കൂടുതൽ. പിന്നെ ചെറുപ്പം മുതൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പാവങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടാണ് വന്നത്. അവർക്ക് ആവശ്യമുള്ള, ഞാൻ പോകുമ്പോൾ സാധനം മേടിച്ചുകൊണ്ട് വരാനുള്ള ലിസ്റ്റ് എന്തെങ്കിലും തന്നുവിടുക ആളുകൾ. അപ്പം അങ്ങനെ ആയതാണ്. കേരളത്തിൽ ഈ LDF വന്നാലും UDF വന്നാലും ഈ പിന്നെ ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രതിനിധിക്ക് SC/ST ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള വകുപ്പുകൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് വകുപ്പുകൾ കൊടുക്കുന്നില്ല. ഇത് ഇമ്പോർട്ടൻ്റ് വകുപ്പ് അല്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഇതിങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ അല്ല, അതല്ലോ. എനിക്ക് ദിവസവും പിന്നെ പാർലമെൻ്ററി ഓഫീസും ഇല്ലേ, ഗ്ലാമറുള്ള പോർട്ട്ഫോളിയോ. അതിനെക്കുറിച്ച് പറയരുത്. എല്ലാം ഗ്ലാമറുള്ള പോർട്ട്ഫോളിയോ. നമ്മൾ സമൂഹത്തിൽ ഇതിപ്പോൾ നമ്മൾ കണക്കാക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പാവപ്പെട്ട ജീവിതം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞത് മോശമായിട്ടുള്ളതാണെന്ന് നമ്മളെപ്പോലെയുള്ള ആളുകൾ പറയരുത്. അല്ലല്ല അതെന്താ അറിയോ, അത് അപ്പോഴും അവിടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണ് പറയുന്നത്. അല്ല, അങ്ങനെ കാണരുത്. നമ്മൾ വ്യത്യസ്തമായി കാണാൻ. അതായത് നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ ഏതാണ് നല്ലത് ഏതാണ് മോശം, നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. മോശമുള്ളതൊക്കെ മോശമാണോ, നല്ലതൊക്കെ നല്ലതാണോ? നമ്മൾ പറഞ്ഞും പ്രചരിപ്പിച്ചുമാണ്. ചില ആളുകൾക്ക് നല്ലപോലെ പ്രൊപ്പഗൻഡ ചെയ്യാൻ നമ്മുടെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തെ നായകരെ ഓരോരുത്തരെടുത്ത് ഞാൻ പറയാം.
അപ്പോൾ അതിലേക്ക് കിടക്കണല്ലോ. അപ്പോൾ നല്ലതും ചീത്തയെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഏതാണ് നല്ല വകുപ്പ്? ഏറ്റവും നല്ല വകുപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പാവപ്പെട്ടവനെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പായിരിക്കണ്ടേ ഏറ്റവും നല്ല വകുപ്പ്? അതായിരിക്കണമല്ലോ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഗ്ലാമറായിട്ടുള്ള അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മളെന്തിനാ വേവലാതിപ്പെടണേ? നമ്മൾ പാവപ്പെട്ടവൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വകുപ്പാണ് ഏറ്റവും നല്ല വകുപ്പ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും നല്ല വകുപ്പ്.